അപ്പോൾ അതേ ഒരു ഞായറാഴ്ച കിട്ടിയിട്ട് ഞങ്ങളിങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും കുമരകം പോയിട്ട് ഒരു കണ്ടം വറ്റിച്ച കുറച്ച് ഏരിയ ഉണ്ടായിരുന്നു. അതായത് കുമരകത്ത് 4 ബങ്കിൻ്റെ അടുത്തായിട്ട് വരും. അവിടെ കണ്ടം വറ്റിച്ച ഒരു ഏരിയയാണ്. അവിടെ ഞങ്ങൾ ഫിഷിങ് നടത്തിയാലെന്ന് ഞാൻ ആലോചിച്ചിട്ട് ചുമ്മാ കൂട്ടുകാരൊക്കെ ആയിട്ട് വല വീശാൻ വേണ്ടി വന്ന ഇത് കണ്ടില്ലേ, ചാകരയാണ്. നല്ല അടിപൊളി ചാകര. അപ്പം ഇടയ്ക്കണ സൗണ്ട് കേട്ടാ. ഇത് ഫസ്റ്റ് ടൈം ചെയ്തിട്ട് നമ്മളിങ്ങനെ വാരി എടുക്കുകയാണ്. ഇതുണ്ടല്ലോ, ഒരുപാട് ചെളിയൊക്കെ ഉണ്ട്. ഇതിൽ നിന്ന് വാരി എടുക്കുക എന്ന് പറഞ്ഞ് ഇച്ചിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ്. കണ്ടോ, ചെറിയ പൊടിമീൻ എന്നൊക്കെ പറയത്തില്ലേ, ആ സാധനം. നോക്കിയേ എന്തുമാത്രം ഉണ്ടെന്ന് നോക്കിയേ. ഇതേ കൂടെ വന്നയാൾ അടുത്ത സ്ഥലത്ത് പോവാണേ. അതെ, അവിടെ കുറേ ഇങ്ങനെ വാരിയിട്ടിരിക്കുന്നുണ്ടാ. നമ്മളിപ്പോൾ കൊണ്ടുവന്ന കവർ ഇപ്പം പകുതിയാകാറായി. ഏകദേശം ഒരു 10 കിലോയുടെ ഒരു സംഭവമാണ് ഇത്. കണ്ടത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറേ ചത്ത് പൊങ്ങി, വെള്ളം കുറഞ്ഞിട്ട് ഇവയിലൊക്കെ കൊണ്ട് ചത്ത് പൊങ്ങിയ ഇതാണ്. പിന്നെ കുറച്ച് വരാലും എല്ലാം കിട്ടുമെന്ന് നോക്കാനായിട്ട് ചേറിലേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട്. ഇപ്പം അടുത്ത സ്ഥലത്ത് വീണ്ടും വല വീശുന്നു. കണ്ടില്ലേ, ഭയങ്കര ചെളിയാണ് കേട്ടോ. ഇവിടെ നിന്ന് എടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക്കാണ്. ഉണ്ട്, അത്യാവശ്യം വല നിറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, പെടയ്ക്കുന്ന കാണുമ്പോൾ തന്നെ ചാകര കണ്ട, നൈസ്. പറ്റിയ ഇന്ന് തന്നെ കറി വെക്കണം. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ കറി വെച്ച് അതിൻ്റെ ഫ്രൈ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇപ്പം ഏകദേശം ഒരു 6 മണി ആ സമയമായിട്ടുണ്ട്. ഏകദേശം ഇരുട്ടാൻ തുടങ്ങി. ഇപ്പം തന്നെ ഒരു 10-15 കിലോ ആയിട്ടുണ്ടാവും. അപ്പം ഇടയ്ക്കണ സൗണ്ട് കണ്ട. ഇനിയിപ്പോൾ നമ്മൾ നൈസായിട്ട് ഇതെല്ലാം പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ട് വീതം വെക്കണം. ഇന്നിനി ടൈം ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല. ടൈം കിട്ടിയാൽ ഫ്രൈ ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്നാണ് പ്ലാന്. എന്തായാലും സൺഡേ ഈവനിങ് വൈബും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നോക്കിയേ, ഏകദേശം ഒരു 10-15 കിലോ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. കണ്ട, ഇപ്പം പൊക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വീതം വെച്ചിട്ട് പറ്റിയാൽ ഫ്രൈ ചെയ്യുന്ന വീഡിയോ കൂടെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.